ഗൈസ്, ഇത് വേറൊരു കണ്ടൻറ്റാണ് ചെയ്യുന്നത്. യൂട്യൂബിൽ ഹോം പേജിൽ യുവർ വീഡിയോ എന്ന് ഭാഗം, നമ്മുടെ യുവർ വീഡിയോ അത് ക്ലിക്ക് ചെയ്യുമ്പം എഡിറ്റ് വീഡിയോ എന്നൊരു ഭാഗമാണ്. അവിടെ എഡിറ്റ് വീഡിയോ കൊടുക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ്. ഒരു ആറ് മാർക്ക് കാണും ടെക്സ്റ്റിൻ്റെ. അതിൽ നമുക്ക് തമ്പനയിൽ കൊടുക്കാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ വീഡിയോ ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ വീഡിയോ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. നമുക്ക് ഉദാഹരണം ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലിങ്കോ നമുക്ക് ഏതാണുള്ളത് അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ വിസിബിലിറ്റി എന്നൊരു ഭാഗമുണ്ട്. പബ്ലിഷ് നോ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. പബ്ലിക് ആണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. അൺലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം കാണാൻ പറ്റും. അതുപോലെ പ്രൈവറ്റ് ആകുമ്പം നമുക്ക് ഇഷ്ടമുള്ള കാണാൻ ഷെയർ ചെയ്യുന്നത് അവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓഡിയൻസ് എന്നൊരു ഭാഗമുണ്ട്. താഴെ വരുമ്പോൾ വീഡിയോയുടെ താഴെ വരുമ്പോൾ ഓഡിയൻസ്, അവിടെ യെസ് ഈസ് മെയ്ഡ് ഫോർ കിഡ്, നോ ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറഞ്ഞൊരു 2 ഓപ്ഷൻ കാണും. അതിൽ നമ്മുടെ നോ ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യണം. അതിനകത്ത് ഒരു ഏത് സെക്ഷൻ ഭാഗം ക്ലിക്ക് ചെയ്യുമ്പം അത് നോൺ റിസ്ട്രിക്റ്റ് മൈ വീഡിയോ ടു വ്യൂവേഴ്സ് ഓവർ 18 കൊടുക്കാവുന്നതാണ്. പിന്നെ വീഡിയോ താഴെ വീണ്ടും നമ്മൾ റിലേറ്റ് വീഡിയോ കൊടുക്കാവുന്നതാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ഏതൊരു വീഡിയോ ആണെങ്കിലും അത് നമുക്ക് റിലേറ്റീവ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ലൊക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ ആ ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത് പ്ലേലിസ്റ്റ് ഒരു പ്ലസ് ബട്ടൺ കാണും. നമുക്ക് വീഡിയോ എല്ലാം ആ പ്ലേലിസ്റ്റിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വോൾട്ടേഡ് കണ്ടൻറ്റ്, പിന്നെ ഹാഷ്ടാഗ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എല്ലാം വൈറലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമുക്ക് വൈറൽ റീൽസ്, വൈറൽ ഫീഡ്, വൈറൽ പേജ്, വൈറൽ ഷോട്ട്, വൈറൽ വീഡിയോ, വൈറൽ ഹിറ്റ്, വൈറൽ ഷോർട്ട് ഫീഡ്, വൈറൽ ഷോർട്ട് ഫീഡ്, ഷോസ് സ്റ്റോറി, ഷോർട്സ് വൈറൽ, ഷോർട്സ് യൂട്യൂബ്, ഷോർട്സ് ഫീഡ് വൈറൽ, ഷോർട്ട് റീൽസ്, ഷോർട്ട് വീഡിയോ, ഷോർട്ട് യൂട്യൂബ്, ഷോർട്ട് ഫീഡ് വൈറൽ, ഷെയർ, ചാനൽ പേജ്, യൂട്യൂബ് വൈറൽ, ചാനൽ സബ്സ്ക്രൈബ്, വൈ ഷോർട്ട്, യൂട്യൂബ് പേജ്, ഷോർട്ട് ഫീഡ്, ഷോർട്ട് പേജ്, യൂട്യൂബ് വൈറൽ എന്നിവയാണ് നമ്മൾ ആഡ് ടാഗിൽ ഹാഷ്ടാഗ് പോയിട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. വീണ്ടും നമ്മൾ വീഡിയോ താഴെ വരുമ്പോൾ ലവ് വീഡിയോ ആൻഡ് ഓർഡർ റീമിക്സിങ് അത് കാണും. പിന്നെ ആഡ് പ്രൊമോഷൻ ലെവൽ, നമുക്ക് വീഡിയോയ്ക്ക് നമുക്ക് ഈ ആഡ് പ്രൊമോഷൻ കൊടുക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കേണ്ട വരും. കമൻറ്റ് മോഡറേഷൻ ഒരു അത് കാണിക്കും. അത് നമ്മൾ ബേസിക്, സ്ട്രിക്റ്റ്, ഓർഡർ. അപ്പം നമ്മൾ ബേസിക്കും സ്ട്രിക്റ്റും ഏതും കൊടുക്കാം. പക്ഷെ നമുക്ക് എന്തെങ്കിലും മോശമായ കമൻറ്റോ അസഭ്യമായ കമൻറ്റോ വരുവാണെങ്കിൽ നമുക്ക് സ്ട്രിക്റ്റ് എന്ന ഭാഗം ഓണാൻ കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ടൈം വാച്ച്. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അത് സ്റ്റാറ്റിക്സാണ്. നമുക്ക് നമ്മുടെ വീഡിയോ എത്രത്തോളം വൈറലാകുന്നു അത്രയും ടൈം വാച്ച്. നമുക്ക് 4000 വാച്ച് അവർ ആകുമ്പം ഇങ്ങനെയായിരിക്കും സ്റ്റാറ്റിക്സ് കാണിക്കുന്നത്. എല്ലാം ഹൈ ആയിരിക്കും. സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ടുഡേ എന്ന് കാണിക്കും. അപ്പം ഇത്രയും ദിവസങ്ങൾ ഒരേ രീതി തന്നെ ആണെങ്കിൽ നമ്മുടെ വാച്ച് ഓവറും 4000 വാച്ച് ഓവർ എത്തുകയാണ്. അപ്പം നമുക്ക് മോണിറ്റൈസേഷൻ
കൊടുക്കാവുന്നതാണ്. ഓരോ ഓരോ വീഡിയോയ്ക്കും ഓരോ നമ്മൾ ഇടുന്ന വീഡിയോ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും സ്റ്റാറ്റസ് മാറുന്നത്. ഇപ്പോൾ 2.5 അവർ എന്ന് കാണിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇടുന്ന വീഡിയോ ആണെങ്കിൽ ടുഡേ 3 or 50 മിനിറ്റ് കാണിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈറലാക്കി കഴിഞ്ഞാൽ 4 hour 50 മിനിറ്റ് എന്ന് കാണിക്കും. അതുപോലെ ലാസ്റ്റ് ഡേയ്സ് എന്ന് കാണിക്കും. അപ്പം അതിൻ്റെ താഴെ ഒരു പറഞ്ഞുണ്ട്, സ്റ്റാറ്റ്സ് ആർ ബേസ്ഡ് ഓൺ യുവർ വാച്ച് അവർ അക്രോസ് യൂട്യൂബ് പ്രോഡക്റ്റ് അസെറ്റ് യൂട്യൂബ് മ്യൂസിക് ആൻഡ് യൂട്യൂബ് TV. പിന്നെയാണ് അതായ ലേൽമോറുണ്ട്. ആ ലേൽമോറ് പരിശോധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. തുടർന്ന് വീഡിയോ പ്രതീക്ഷിക്കുന്നതാണ്. ഇതൊക്കെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.